പാടും ഞാൻ എന്നാഗതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിന്. സുഭാഷിതം. ഒരു കാവൽക്കാരനെ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഓടിക്കയറുവാൻ കഴിയുകയില്ല. ലോകമെമ്പാടും വിവിധ രൂപങ്ങളിൽ ആദ്യകാലം മുതൽ വാച്ച്മാൻമാർ നിലവിലുണ്ട്. സംരക്ഷണം, പ്രതിരോധം, നിരീക്ഷണം, മുന്നറിയിപ്പ് ഇങ്ങനെയുള്ള പല ഉത്തരവാദിത്തങ്ങളും അവർക്ക് നിർവഹിക്കേണ്ടതുണ്ട്. പുരോഹിതനായിരിക്കെ പ്രവാചക ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവനാണ് യഹസ്കേൽ. യഹസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ യഹോവ അരുളി ചെയ്തത്: മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. Son of man, I have made you a watchman for the house of Israel. Therefore hear a word from my mouth and give them warning for me. ഇസ്രായേൽ ജനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്ന യഹസ്കേൽ ദൈവത്തിന്റെ വചനം കേൾക്കണം. അത് ദൈവത്തിന്റെ നാമത്തിൽ അവരെ അറിയിക്കുകയും വേണം. ഈ വചനം നമ്മോട് എന്ത് സംസാരിക്കുന്നു എന്ന് ചിന്തിക്കാം. ഒരു കാവൽക്കാരന്റെ നിരീക്ഷണത്തിൽ അപകടങ്ങളും നാശങ്ങളും ഒഴിവാക്കപ്പെടുന്നത് പോലെ നമ്മെ ആക്കിയിരിക്കുന്ന ഇടത്ത് ആത്മീയ അപകടത്തിലേക്കും നാശത്തിലേക്കും പോകുന്ന ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാൻ ആക്കി വെച്ചിരിക്കുന്ന കാവൽക്കാരാണ് നാം ഓരോരുത്തരും. ആദ്യ മനുഷ്യനായിരുന്ന ആദാമിനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പാപത്തിന് ന്യായവിധി ഉണ്ടെന്നും എന്നാൽ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സാധ്യമാകും എന്നുള്ള മുന്നറിയിപ്പുകൾ നൽകേണ്ട കാവൽക്കാരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ചെയ്യാഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവം യഹസ്കേലിനോട് പറഞ്ഞത് വായിക്കട്ടെ. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തന്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടു തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ മുന്നറിയിപ്പുകൾ ദൈവവചനത്തിൽ കൂടെ എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെടുന്നതിനും നരകത്തിലെ ശാശ്വതമായ നിത്യദണ്ഡനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നുള്ള മുന്നറിയിപ്പുകൾ കാവൽക്കാരായ നാം ഓരോരുത്തരും ജനങ്ങളെ അറിയിക്കേണ്ടിയിരിക്കുന്നു. ഈ മുന്നറിയിപ്പുകൾ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും പിന്നീട് ദൈവത്തിന്റെ മക്കളാകുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കാവൽക്കാരായ നാം ഓരോരുത്തരും ഈ വചനം ഘോഷിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്ന വചനം മറ്റുള്ളവരോട് അറിയിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്ക്
വാക്കു മാറുകില്ല, ഒരു നാളിലും കൈവിടില്ല.